എവിടെ? ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത് ആർസണൽ വിന്നാണ്. 4-2 ആണ് ഞാൻ പ്രെഡിക്റ്റ് ചെയ്യുന്നത്. അല്ല, കാറ് വാങ്ങാൻ പോയ ദിവസം എന്നെ വേറൊരു പേര് വിളിച്ചല്ലോ. ഞാനൊരു സത്യം പറഞ്ഞ് വിശ്വസിക്കൂ. പറയൂ. എന്നാ എനിക്കത് ഓർമ്മയില്ല. ഹലോ എവരിബഡി, വെൽക്കം ടു ജോ ടോക്ക് ഫുട്ബോൾ. എനിക്കറിയാം ഈ വീഡിയോ വരാൻ വേണ്ടി ലിവർപൂൾ ഫാൻസ് കാത്തിരിക്കുകയെന്നറിയാം, എവിടെ 4-2 എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി. എനിവേ, അതൊക്കെ സൈഡ് ചെയ്യട്ടെ. കൺഗ്രാജുലേഷൻസ് ലിവർപൂൾ, ഒന്നും പറയില്ല. ഞാൻ ഇതിനകത്ത് വലിയ എക്സ്ക്യൂസ് ഒന്നും പറയാൻ ആഗ്രഹിക്കുന്നില്ല. ഈ തോൽവിയുടെ ഉത്തരവാദി ഒരൊറ്റയാളാണ് അർട്ടറ്റ. അർട്ടറ്റ ആൻഫീൽഡിലേക്ക് വന്നത് ഞാൻ ഉദ്ദേശിച്ച, അല്ലെങ്കിൽ ഒരു ആർസണൽ ഫാനും ഉദ്ദേശിച്ച രീതിയിലേ അല്ല അർട്ടറ്റ ആൻഫീൽഡിലേക്ക് വന്നത്. എൻ്റെ പ്രിവ്യൂവിൽ ഞാൻ വളരെ കോൺഫിഡൻ്റ് ആയിരുന്നു. അതായത് ഈതർ എസെ, വന്യേരി, നമ്മുടെ മാക്സ് ഡോമൻ, ഇതൊക്കെ പോട്ട് ട്രൊസാഡ്, ഇവരെയൊക്കെ കളിപ്പിക്കും എന്നുള്ള ഒരു കോൺഫിഡൻറ്റോടെയാണ് ഞാനും എന്നെപ്പോലെ തന്നെ എല്ലാ ആർസണൽ ഫാൻസും ഇരുന്നത്. പക്ഷേ ആ ലൈനപ്പ് കണ്ടപ്പം, ഞാൻ ഈ മാച്ച് ലൈവ് വാച്ച് അലോങ് പോയതാണ്, ഈ ലൈനപ്പ് വന്നപ്പോൾ തന്നെ ഞാൻ എൻ്റെ കൺസേൺ പറഞ്ഞു, എന്തിനാണ് മെറീനോനെ കളിപ്പിക്കുന്നതെന്ന്, എന്തിനാണ് 3 ഡിഫെൻസീവ് മെൻറ്റാലിറ്റി ഉള്ള പ്ലെയേഴ്സിനെ നമ്മളവിടെ കളിപ്പിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലായില്ല. പിന്നെ കാലഫിയോറിയുടെ ആ റോളും എനിക്കൊരു പ്രശ്നമായിരുന്നു തുടക്കത്തിൽ. കാരണം കാലഫിയോറി പെട്ടെന്ന് യെല്ലോ കാർഡ് മേടിക്കുന്ന ഒരു പ്ലെയർ ആയതുകൊണ്ട് അതും എനിക്കൊരു പ്രശ്നമായിരുന്നു. പക്ഷേ ഉള്ള കാര്യം പറയാമല്ലോ, ഹീ ചേഞ്ച്ഡ് മൈ മൈൻഡ്. ഹീ പ്ലേഡ് ബ്യൂട്ടിഫുള്ളി. സാലേനെ നല്ല രീതിയിൽ തന്നെ കൺട്രോൾ ചെയ്തു. ഒരു എന്താ പറയുന്ന റെക്ലെസ് ചാലഞ്ചോ ഒന്നുമില്ല. ക്ലീൻ ആൻഡ് പ്രൊഫഷണൽ ഡിഫെൻഡിങ് ഗെയിം. ഇന്നത്തെ ഗെയിമിൽ ഏറ്റവും നന്നായിട്ട് കളിച്ച പ്ലെയേഴ്സിൽ ഒരാളാണ് കാലഫിയോറി. അതുപോലെ തന്നെ നോനി മഡുവയ്ക്ക് റൈസിൻ്റെ കാര്യം പറയാനേ ഇല്ല. ഹി വർക്ക്ഡ് ഹിസ് സോക്സ് ഓഫ് എന്ന് പറയാം. നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്ത് കളിച്ചു. ഇന്നത്തെ കളിയിൽ വളരെ മോശം പ്രകടനം കാഴ്ചവെച്ച ആൾക്കാരാണ് മെറീനോയും മാർട്ടിനെല്ലിയും. മെറീനോയെ ഒരിക്കലും ഞാൻ കുറ്റം പറയത്തില്ല മോശം പെർഫോമൻസ് കാഴ്ചവെച്ചതിന്. കാരണം മെറീനോയെ കളിപ്പിക്കാനേ പാടില്ലായിരുന്നു അർട്ടറ്റ ടു ബിഗിൻ വിത്ത്. ഓക്കെ, മാർട്ടിനെല്ലിനെ കളിപ്പിച്ചതിൽ എനിക്ക് എൻ്റെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാം ഹൗ മച്ച് ഐ ലവ് മാർട്ടിനെല്ലി എന്ന്. കാരണം മാർട്ടിനെല്ലിക്ക് ആർസണലിനോടുള്ള സ്നേഹം എന്ന് പറയുന്നത് ബാക്കിയുള്ള പ്ലെയേഴ്സിന് ആർസണലിനോടുള്ള സ്നേഹം പോലെയല്ല. എസേക്ക് എങ്ങനെയാണോ ആർസണലിനെ ഇഷ്ടം, അതുപോലെയൊക്കെ തന്നെയാണ് ജാക്ക് വിൽഷറിന് എങ്ങനെയാണ് ആർസണലിനെ ഇഷ്ടം, അതുപോലെയൊക്കെ ഇച്ചിരി കൂടുതൽ സ്നേഹിക്കുന്ന, ആർസണലിനെ കൂടുതൽ സ്നേഹിക്കുന്ന ഒരു പ്ലെയറാണ് മാർട്ടിനെല്ലി. ഇതുകൊണ്ട് തന്നെ എനിക്ക് മാർട്ടിനെല്ലി എന്ന് പറയുന്ന പ്ലെയറിനോട് എനിക്ക് ഇച്ചിരി സോഫ്റ്റ് കോർണർ ഉണ്ട്. പക്ഷേ ഇന്നത്തെ കളി he is getting worse day by day. ഒന്നും പറയാനില്ല സീരിയസ്ലി. ഇന്നത്തെ കളി, അതും ഫസ്റ്റ് ഒരു ചാൻസ് കിട്ടിയത് കട്ട് ബാക്ക് ചെയ്ത് ഗ്യോക്രൈസിന് കൊടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടായിട്ട് അത് ഡ്രാഗ് ചെയ്ത് അത് ഗോൾ കിക്കാക്കി മാറ്റി. ഒരു കോർണർ പോലും അല്ല, ഒരു ഗോൾ കിക്കാക്കി മാറ്റി. കളി ആദ്യം തൊട്ട് കണ്ടവർക്ക് ഞാൻ ഏത് സിനാരിയോ പറയുന്നതെന്ന് വ്യക്തമായിട്ട് മനസ്സിൽ വരുന്നുണ്ടാവും. ആ വരുന്നതിൻ്റെ ആ ഒരു വെറുപ്പും എല്ലാം കാണും. ഇത് തന്നെയായിരുന്നു കളിയിൽ ഒട്ടാൻ നീളം. മാർട്ടിനെല്ലിക്ക് ഒരു ഇമ്പാക്റ്റും ആ ഗെയിമിൽ കൊണ്ടുവരാൻ പറ്റിയില്ല. ഒരു 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 പ്രോപ്പർ കോൺട്രിബ്യൂഷൻ കൊണ്ടുവരാൻ പറ്റിയില്ല. ഇടയ്ക്ക് എപ്പോഴോ ഡിഫൻസിൽ വന്ന ഒരു ഡിഫൻസീവ് വർക്ക് ഇട്ടു, ശരി. പക്ഷെ നിന്റെ ജോലി അതാണോ? നിന്റെ ജോലി അതാണോടെ? അല്ല. അപ്പം മെറീനോ എന്തിനാണ് നമ്മൾ ആൻഫീൽഡിൽ കഴിഞ്ഞ പ്രാവശ്യം എപ്പോഴാണ് ജയിച്ചത്? എനിക്ക് തന്നെ ഓർമ്മയില്ല, 2021 അങ്ങനെ എങ്ങാണ്ടൊക്കെയാണ്. ഇത്രയും സ്ട്രോങ് പ്ലെയേഴ്സ് ഉള്ള എന്ന് വെച്ചാൽ ലൈക്ക് ടു ലൈക്ക്, ഓഡഗാർഡ് പോയി എസെ ഉണ്ട്, സാക്ക പോയി നോനി മെഡുവൊക്കെ ഉണ്ട്, ഇല്ലേ ഈത്തൻ വന്യർ ഉണ്ട്, മാർട്ടിനെല്ലി ഫോമിലല്ല ട്രൊസാഡ് ഉണ്ട്.
ഇത്രയും ഓപ്ഷൻസ് ബെഞ്ചിലും സ്ക്വാഡിലും ഉണ്ടായിട്ട് എന്തിനിത്ര നെഗറ്റീവ് അപ്രോച്ച് ഈ ഗെയിമിനോട് കാണിച്ചു എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഈ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കും എല്ലാ ആർസണൽ ഫാൻസിൻ്റെയും തലയിൽ ഇങ്ങനെ കടന്ന് ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്നത്തെ ഉറക്കം കളയുന്ന ഒരു സാധനമായത്. എത്ര ആലോചിച്ചാലും മനസ്സിലാവാത്തൊരു സാധനമാണ്. എന്തിന് ആൻഫീൽഡിൽ ഈ ഒരു ടെക്നിക്കുമായിട്ട് പോയി? കാരണം നീ ഈ സീസണിൽ ലീഗ് അടിക്കേണ്ടവനാണ്. ഇഫ് യു വാണ്ട് ടു വിൻ ദ ലീഗ്, നീ ഹൗ ക്യാൻ യു ഗോ ടു ആൻഫീൽഡ് വിത്ത് നെഗറ്റീവ് മെന്റാലിറ്റി? നിനക്ക് പ്ലേയേഴ്സ് ഇല്ലെങ്കിൽ ഇല്ലെന്ന് പറയാം. കഴിഞ്ഞ സീസൺ ആർസണലായിരുന്നു ഏറ്റവും കൂടുതൽ ഡ്രോ അടിച്ച ടീം, ടോപ്പ് 5 ടീമിൽ. നിങ്ങൾ കഴിഞ്ഞ ദിവസത്തെ ടീം ടേബിൾ എടുത്ത് നോക്കിയോ, ഏറ്റവും കൂടുതൽ ഡ്രോ. അന്നത്തെ എല്ലാവരുടെയും പരാതി നമുക്ക് എന്താണ്, സ്ട്രൈക്കർ ഇല്ലാത്തതാണ്. ഞാനും വിചാരിച്ച സ്ട്രൈക്കർ ഇല്ലാത്തതാണ്. സ്ട്രൈക്കർ വന്നു കഴിഞ്ഞപ്പോഴെന്തോ മിഡ്ഫീൽഡിൽ ക്രിയേറ്റ് ചെയ്യാൻ ക്രിയേറ്റീവ് പ്ലേയേഴ്സിനെ ഇടുന്നില്ല. ഉണ്ടായിട്ടും ഈ ഫ്രസ്ട്രേഷൻ എത്ര പറഞ്ഞാലും അത് എന്താ, അതിനൊരു പരിഹാരം കിട്ടത്തില്ല. കാരണം ഇത് ആരോട് പറയാൻ, ആര് കേൾക്കാൻ? കാരണം ഇത് അർട്ടറ്റ നീഡ്സ് ടു വേക്ക് അപ്പ് ഫ്രം ദിസ്. കാരണം ഇതൊരു ടൈറ്റിൽ ഡിസൈഡിങ് ഗെയിം ആയിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. എന്താ പറയുന്നത്, ഇൻ പ്രാക്ടിക്കൽ സെൻസ് ഏതാണ്ട് അതുപോലൊക്കെ തന്നെയാണ്. ഇപ്പോൾ ലിവർപൂൾ 3 points ക്ലിയർ അസ്. 3 ഗെയിം കളിച്ചു 9 points. നമ്മൾ 3 ഗെയിം കളിച്ചു 6 points. അപ്പം അവർ ഓൾറെഡി 3 ഗെയിം കളിച്ചു കഴിഞ്ഞപ്പോഴത്തേക്ക് 3 points ക്ലിയർ, ടോപ്പ് ഓഫ് ദ ടേബിൾ. ഓക്കെ, സ്റ്റിൽ ലോട്ട് ഓഫ് ഗെയിംസ് ആർ ദെയർ. പക്ഷെ ഈ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ എങ്ങനെ? സോ റൈറ്റ് നൗ, ഇപ്പൊ തൊട്ട് ഹി നീഡ്സ് ടു ചേഞ്ച് ഹിസ് മെന്റാലിറ്റി. ഇത് പോരാ, ഇങ്ങനെയല്ല, ഇതല്ല ആർസണലിന്റെ DNA ഇതല്ല, ഇങ്ങനൊന്നും അല്ല. വി ഡോണ്ട് ഗോ ടു ആൻഫീൽഡ് ഫോർ ഡ്രോ, വി ഗോ ടു വിൻ. ഇതാണ് വേണ്ടത്. ഇനി ലിവർപൂളിലേക്ക് വരാം. ലിവർപൂളിന് ഇന്ന് ക്രിയേറ്റിവിറ്റി പ്രശ്നമുണ്ടായിരുന്നു. ആർസണലിൻ്റെ കൂട്ട് തന്നെ ഇന്നും ലിവർപൂളിന് ക്രിയേറ്റിവിറ്റി പ്രശ്നമുണ്ടായിരുന്നു. അത് ലിവർപൂളിൻ്റെ ടാക്ടിക് കൊണ്ടൊന്നുമല്ല, ലിവർപൂളിന് ഇഞ്ചുറി പ്രശ്നമുള്ളതുകൊണ്ടാണ്. എസ്പെഷ്യലി ഫ്രിംപോങ്ങിൻ്റെ ഇഞ്ചുറി ആയതുകൊണ്ട് സബോസ്ലൈക്ക് ആ പൊസിഷൻ കളിക്കേണ്ടി വരുന്നത് കൊണ്ട് മിഡ്ഫീൽഡിൽ ചെറിയ പ്രശ്നമുണ്ട്. ഓക്കെ, പക്ഷേ വെൻ ഫ്രിംപോങ് ഈസ് ബാക്ക്, ആ പ്രശ്നം അവിടെ തീരും. ദേ വിൽ ബി ബാക്ക് ടു ചാമ്പ്യൻസ് ഫോം. പിന്നെ നമുക്കെല്ലാവർക്കും അറിയാം, ഇസാക്ക് ഏത് ദിവസവും അവരുടെ ആൻഫീൽഡിൽ കാണും. സോ അവരവരുടെ ഫോമും അവരവരുടെ പ്ലെയർ അഡീഷനും എല്ലാം മാനേജ് ചെയ്തു പോകുന്നുണ്ട്. ആസ് ചാമ്പ്യൻസ് ഡു. നമ്മളെന്താ ചെയ്യുന്നത്? കയ്യിൽ സാധനം ഉണ്ടായിട്ടും നമ്മൾ തൊലിഞ്ഞ ഫോർമേഷൻ ഉണ്ടായിക്കൊണ്ടിരിക്കുക. സോറി ഫോർ ദാറ്റ് വേർഡ്, പക്ഷെ എന്നാലും പറയാതിരിക്കാൻ വയ്യ. കാരണം അത്രയ്ക്ക് ഫ്രസ്ട്രേഷൻ ഉണ്ട് എനിക്ക് ഇന്നത്തെ ഗെയിം കണ്ടിട്ട്. കാരണം നമുക്ക് ജയിക്കാവുന്ന കളി തന്നെയായിരുന്നു. അവിടെ ആൻഫീൽഡിൽ പോയി ഒരു സ്റ്റേറ്റ്മെന്റ് വിൻ എടുക്കാൻ പറ്റുന്ന ഗെയിം ആയിരുന്നു ഇന്നത്തെ ഗെയിം. അതാണ് ഈ കണക്കിന് കോളവാക്കി വെച്ചേക്കുന്നത്. ആ ഗോളിനെ പറ്റി എനിക്കധികം സംസാരിക്കാനൊന്നുമില്ല. ഓക്കെ, റയയുടെ മിസ്പൊസിഷനിങ് കാണും. അതിലേക്ക് ഞാൻ അധികം കടക്കുന്നില്ല. കാരണം അറ്റ് ദി എൻഡ് ഓഫ് ദ ഡേ നമുക്ക് റയാൻ്റെ മണ്ടയിൽ ഇട്ടിട്ട് ആരും പുണ്യാളനാവണ്ട. എസ്പെഷ്യലി അർട്ടറ്റ അങ്ങനെ അങ്ങ് പുണ്യാളനാവണ്ട. ആ ഗോളായത് റയയുടെ മിസ്പൊസിഷനിങ് കൊണ്ടാന്ന് അല്ല. ഈ കളി തോറ്റത് ബിക്കോസ് ഓഫ് യുവർ സ്റ്റുപ്പിഡ് ഫോർമേഷൻ, ബിക്കോസ് ഓഫ് the way that you set up the team. വേറെ ഒന്നും കൊണ്ടല്ല. എനിവേ, the good thing is, അതിനകത്ത് പോസിറ്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് സീസൺ തുടങ്ങി 3ാമത്തെ ഗെയിമിൽ തന്നെയാണ് ഇത് സംഭവിക്കുന്നത്. അതുകൊണ്ട് ഈ തെറ്റൊക്കെ മനസ്സിലാക്കി കറക്റ്റ് ചെയ്ത് മുന്നോട്ട് പോകാനാണെങ്കിൽ ഓക്കെ, അല്ലെങ്കിൽ വി ആർ ഇൻ ഫോർ എ വെരി ഡിഫിക്കൽട്ട് സീസൺ.
താങ്ക് യു സോ മച്ച് ഗൈസ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. നിങ്ങളുടെ വിലയേറിയ കമൻറ്റുകൾ അതിപ്പോൾ എന്താണെങ്കിലും നോ പ്രോബ്ലം, ലിവർപൂൾ ഫാൻസ് ആണെങ്കിലും ആരാണെങ്കിലും നോ പ്രോബ്ലം കമൻറ്റിൽ രേഖപ്പെടുത്താം. ബട്ട് യുനോ എഗെയിൻ സഭ്യത പാലിക്കുക. ഓക്കെ, അത്രയേ ഉള്ളൂ. കളിയാക്കുന്നതിനൊന്നും യാതൊരു പ്രശ്നമില്ല. ഓക്കെ, കമൻറ്റിൽ രേഖപ്പെടുത്തുക. താങ്ക് യു സോ മച്ച്. അപ്പം ഈവൻ ആർസണൽ എല്ലാവരും കം ടു കമൻറ്റ്, ലെറ്റ്സ് ഹാവ് സം ഡിസ്കഷൻ. താങ്ക് യു സോ മച്ച് ഗൈസ്. നിങ്ങളാരും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. ഓക്കെ, ഇതുപോലത്തെ കൂടുതൽ കോണ്ടന്റ്സിനായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് അടിക്കുക. എനിക്കറിയാം 1-2 വീഡിയോ പെൻഡിങ് ഉണ്ട്. ഒന്ന് നമ്മുടെ ചാമ്പ്യൻസ് ലീഗിൻ്റെ ഡ്രോ, അത് ഞാൻ ചെയ്യും. പിന്നെ നമ്മുടെ പുതിയ സൈനിങ്ങിനെ പറ്റി അതും ഞാൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, താങ്ക് യു സോ മച്ച് ഗൈസ്. സീ യു ഓൺ നെക്സ്റ്റ് വീഡിയോ.